Today we are going to discuss about the computation of optimal solution to an LPP using simplex method in case of constraints with greater than or equal to sign. ഇതുവരെ നാം പഠിച്ചിട്ടുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈനോട് കൂടിയ കൺസ്ട്രെയിൻസ് മാത്രം വരുന്ന തരത്തിലുള്ള LPP ഓപ്റ്റിമൽ സൊല്യൂഷൻ സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതായിരുന്നു. എന്നാൽ ഇനി നാം പഠിക്കാൻ പോകുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ കൂടാതെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഉൾപ്പെടുന്ന കൺസ്ട്രെയിൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രോബ്ലം ഓപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടെത്താം. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആവുന്ന സമയത്ത് നാം ചെയ്തിട്ടുണ്ടായിരുന്നത് കൺസ്ട്രെയിൻസിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്യുമായിരുന്നു. അതേ ചെയ്യേണ്ടതുള്ളായിരുന്നു. എന്നാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആകുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ചില വേരിയബിൾസ് സബ്ട്രാക്റ്റ് ചെയ്യണം, അതിനെ ഈക്വേഷനാക്കി മാറ്റാൻ വേണ്ടി. അങ്ങനെ സബ്ട്രാക്റ്റ് ചെയ്യുന്ന വേരിയബിൾസിന് എന്താ പറയുക? മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതിനെ സർപ്ലസ് വേരിയബിൾസ് എന്നാണ് വിളിക്കുക. അങ്ങനെ ഒരു കൺസ്ട്രെയിൻസിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് സർപ്ലസ് വേരിയബിൾ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ ആ സർപ്ലസ് വേരിയബിളിനെയും നമ്മൾ എസ് എന്ന് തന്നെ ഡിനോട്ട് ചെയ്യുക. സ്ലാക്ക് വേരിയബിളിനെയും എസ് എന്ന് ഡിനോട്ട് ചെയ്യും, സർപ്ലസ് വേരിയബിളിനെയും എസ് എന്ന് തന്നെയാണ് ഡിനോട്ട് ചെയ്യുക. കൂടുതലുണ്ടാകുന്ന സമയത്ത് S1, S2, S3 എന്നെല്ലാം നമ്മൾ പറയും. പക്ഷേ ഇവിടെ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ സർപ്ലസ് വേരിയബിൾ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ S3 ആണ് സർപ്ലസ് വേരിയബിളിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ -S3 എന്ന് എഴുതുമ്പോൾ ആ S3യുടെ കോയഫിഷ്യൻ്റ് വാല്യൂ വരുന്നത് -1 ആണ്. ഓക്കെ, അങ്ങനെ -1 വരുന്ന സമയത്ത് നമുക്ക് യൂണിറ്റ് വെക്റ്റർ കിട്ടില്ല. ആ വേരിയബിളുമായി ബന്ധപ്പെട്ട് യൂണിറ്റ് വെക്റ്റർ നമുക്ക് ലഭ്യമാകില്ല. യൂണിറ്റ് വെക്റ്റർ ആവണമെങ്കിൽ ഒരു വാല്യൂ 1ഉം ബാക്കിയുള്ളതൊക്കെ 0 ആയിരിക്കണം. പക്ഷേ ഇവിടെ സർപ്ലസ് വേരിയബിളുമായി ബന്ധപ്പെട്ട് യൂണിറ്റ് വെക്റ്റർ ലഭിക്കാതെ വരും. കാരണം ഒന്ന് -1ഉം ബാക്കിയെല്ലാം 0 ആയിരിക്കും വരിക. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി സർപ്ലസ് വേരിയബിൾ സബ്ട്രാക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ കമ്പ്യൂട്ടേഷണൽ പർപ്പസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ ഒരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ വേരിയബിളിൻ്റെ പേരാണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ഈ ഒരു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ വരുന്ന കേസിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ടെക്നിക്ക് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈനോട് കൂടിയ കൺസ്ട്രെയിൻസ് ഉണ്ടാകുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സർപ്ലസ് വേരിയബിൾ സബ്ട്രാക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്യുകയും വേണം. ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ഡിനോട്ട് ചെയ്യുക A എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. കൂടുതലുണ്ടെങ്കിൽ A1, A2, A3 എന്നെല്ലാം നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഉണ്ടാവുന്ന സമയത്ത്, സൈനോട് കൂടിയ കൺസ്ട്രെയിൻസ് ഉണ്ടാവുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സർപ്ലസ് വേരിയബിൾ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്യുകയും വേണം. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ടെക്നിക്ക് എന്ന് വിളിക്കുന്നത്. ഈ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ടെക്നിക്കിൽ അല്ലെങ്കിൽ ആ സർപ്ലസ് വേരിയബിൾ വരുന്ന സമയത്ത് സിംപ്ലക്സ് മെത്തേഡിലൂടെ LPPയുടെ ഓപ്റ്റിമൽ സൊല്യൂഷൻ കാണാൻ 2 മെത്തേഡാണുള്ളത്. ഒന്ന് ബിഗ് M മെത്തേഡാണെങ്കിൽ സെക്കൻഡ് വൺ 2 ഫേസ് മെത്തേഡാണ്. 2 മെത്തേഡ് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ആദ്യം ഫസ്റ്റ് മെത്തേഡായ ബിഗ് M മെത്തേഡിലേക്ക് പോകാം. ഓക്കെ, വാട്ട് ഈസ് ദ പ്രൊസീജിയർ ഫോർ കമ്പ്യൂട്ടിംഗ് ഓപ്റ്റിമൽ സൊല്യൂഷൻ ടു ആൻ LPP യൂസിങ് ബിഗ് M മെത്തേഡ്? അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈനോട് കൂടിയ കൺസ്ട്രെയിൻസ് വരുമ്പോൾ LPPയുടെ ഓപ്റ്റിമൽ സൊല്യൂഷൻ സിംപ്ലക്സ് മെത്തേഡിലൂടെ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് ബിഗ് M മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ പ്രൊസീജിയർ എന്താണ്? ഓർക്കുക, നേരത്തെ നമ്മൾ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസിനെയൊക്കെ ഇക്വേഷനാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെയും അതേപോലെ തന്നെ ഓൾ ദി സ്ട്രക്ചറൽ ഇക്വേഷൻസ് മസ്റ്റ് ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വേഷൻസ്. ഇക്വേഷനായി കൺവേർട്ട് ചെയ്യണമെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആണ് എങ്കിൽ നമ്മൾ എന്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം? സ്ലാക്ക് വേരിയബിൾ അതിൻ്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈനോട് കൂടിയ കൺസ്ട്രെയിൻസിൻ്റെ കൂടെ സർപ്ലസ് വേരിയബിൾ സബ്ട്രാക്റ്റ് ചെയ്യുകയും ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്യുകയും വേണം.
അങ്ങനെ എല്ലാ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസിനെയും നമ്മൾ ഇക്വേഷൻസ് ആക്കി കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, then arrange the equations in an orderly manner and express them in matrix form. നേരത്തെ ചെയ്തതാണ്, അതേപോലെ തന്നെ. then identify the basic variable. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് വേരിയബിൾസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കൺസ്ട്രെയിൻസുമായി ബന്ധപ്പെട്ടുള്ള ആ കാര്യങ്ങൾ ആ 3 സ്റ്റെപ്പോട് കൂടി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? ഒബ്ജക്റ്റീവ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമ്മൾ ഈ സ്ലാക്ക് വേരിയബിളും സർപ്ലസ് വേരിയബിളും ആർട്ടിഫിഷ്യൽ വേരിയബിളും ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്. ഓക്കെ, അപ്പോൾ നോക്കൂ, അങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുക. ഈ സ്ലാക്ക് വേരിയബിൾസും ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് സ്ലാക്ക് വേരിയബിൾസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ആഡ് ചെയ്യുന്നു, സർപ്ലസ് വേരിയബിൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു, ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഈ 3 തരത്തിലുള്ള വേരിയബിൾസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് സ്ലാക്ക് വേരിയബിൾസിൻ്റെയും സർപ്ലസ് വേരിയബിൾസിൻ്റെയും കോഎഫിഷ്യൻ്റ് വാല്യൂ 0 ആയിരിക്കും. എന്നാൽ ആർട്ടിഫിഷ്യൽ വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റ് വാല്യൂ ആയിട്ട് ഒരു നിശ്ചിത വാല്യൂ നമ്മൾ അസൈൻ ചെയ്യും. ആ ഒരു നിശ്ചിത വാല്യൂ ആണ് എം, ക്യാപിറ്റൽ ലെറ്റർ എം ആണ് ആ വാല്യൂ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ ബിഗ് എം മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റ് വാല്യൂ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇഫ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ് എങ്കിൽ ആർട്ടിഫിഷ്യൽ വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റ് വാല്യൂ ആയ എം എന്തായി മാറും? -m എന്നും. മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ് എങ്കിൽ ആർട്ടിഫിഷ്യൽ വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റ് വാല്യൂ +m ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രീതിയിൽ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ റീറൈറ്റ് ചെയ്ത് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കും. അതായത് ഈ 3 തരത്തിലുള്ള വേരിയബിൾസും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതോട് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, അതിനുശേഷം എക്സ്പ്രസ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇൻ മെട്രിക്സ് ഫോം ആൻഡ് ഫൈൻഡ് CJ വാല്യൂ. അപ്പോൾ നമ്മൾ കൺസ്ട്രെയിൻസിനെയും മെട്രിക്സ് ഫോമിലേക്കാക്കി മാറ്റി, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെയും മെട്രിക്സ് ഫോമിലേക്കാക്കി മാറ്റി. ഇനി നമുക്ക് ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ റിസൾട്ട് സൊല്യൂഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഓപ്റ്റിമൽ ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാം. ഓപ്റ്റിമൽ അല്ല എങ്കിൽ നമ്മൾ വേണ്ട രീതിയിലുള്ള ചേഞ്ചസ് വരുത്തി പുതിയ സിംപ്ലക്സ് ടേബിളിലേക്ക് പോകുന്നു. ആ പ്രൊസീജിയർ അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു അൺടിൽ വി ഗെറ്റ് ആൻ ഓപ്റ്റിമൽ സൊല്യൂഷൻ ടു ദി LPP. ഓക്കെ, ഇവിടെ ഒരു നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നു, ഒന്ന് ശ്രദ്ധിച്ച്. ഇൻ എ സിംപ്ലക്സ് ടേബിൾ whenever an artificial variable become non-basic it need not be remained in the coefficient of constraint equations of the next simplex table. അതായത് നമ്മളിവിടെ കൺസ്ട്രെയിൻസിൻ്റെ കോഎഫിഷ്യൻ്റ് വാല്യൂ എല്ലാം ഓരോ കോളങ്ങളിലായിട്ട് കൊടുക്കാറുണ്ട്. ഇവിടെ ബേസിക് വേരിയബിൾ ഇവിടെ ബിഗ് എം മെത്തേഡ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈനോട് കൂടിയ കൺസ്ട്രെയിൻസ് വരുന്ന സമയത്ത് നമ്മൾ സർപ്ലസ് വേരിയബിൾ സബ്ട്രാക്റ്റ് ചെയ്യുന്നു, ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്യുന്നു. അങ്ങനെ ആർട്ടിഫിഷ്യൽ വേരിയബിൾ വരുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആയിരിക്കും ഒരു ബേസിക് വേരിയബിളായി വരുന്നത്. ആ ബേസിക് വേരിയബിൾ കോളത്തിൽ ആർട്ടിഫിഷ്യൽ വേരിയബിളിൻ്റെ നെയിം ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ഉൾപ്പെടുത്തുന്നു. അതേപോലെ നമ്മൾ കൺസ്ട്രെയിൻസിൻ്റെ കോഎഫിഷ്യൻ്റ് വാല്യൂ വലതുഭാഗത്ത് ഓരോ കോളങ്ങളിലായിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും സ്റ്റേജിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾ നോൺ ബേസിക് വേരിയബിൾ ആകുന്ന സമയത്ത് അത് കോഎഫിഷ്യൻ്റ് ഓഫ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ കോളത്തിൽ ആ ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഓക്കെ, ഇതാണ് ബിഗ് എം മെത്തേഡിൽ പ്രൊസീജിയർ. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ നമുക്ക് വ്യക്തമാകും. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. Solve the following LPP using simplex method. Maximize z equal to 40,000 x1 plus 55,000 x2 subject to 1,000 x1 plus 1,500 x2 less than or equal to 20,000, x1 less than or equal to 12, x2 greater than or equal to 5, x1 and x2 greater than or equal to 0. This is the question. ഇവിടെ കൺസ്ട്രെയിൻസ് ഒന്ന് ശ്രദ്ധിക്കൂ. ഫസ്റ്റ് കൺസ്ട്രെയിൻ ഈസ് വിത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ.
Second constraint also with the less than or equal to sign, but third constraint is with the greater than or equal to sign. അപ്പോൾ 3 സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആണെങ്കിൽ തേർഡ് കൺസ്ട്രെയിൻറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആണ്. ഇനി നമ്മൾ ഇതിനെ റീറൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ഈ കൺസ്ട്രെയിൻറ്റ് ഇനീക്വാലിറ്റീസിനെ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻസ് ആക്കി മാറ്റുകയാണ്. ആദ്യത്തേത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്യണം എന്നറിയാം. അപ്പോൾ ആദ്യത്തെ സ്ലാക്ക് വേരിയബിളിന് നമ്മൾ S1 എന്ന് പേര് കൊടുക്കാം. അപ്പോഴെങ്ങനെ വരും? 1000x1 പ്ലസ് 1500x2 പ്ലസ് S1 ഈക്വൽ ടു 20,000. ഓക്കെ. സെക്കൻഡ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണ്. അപ്പോൾ x1 പ്ലസ് S2 ഈക്വൽ ടു 12. x1 പ്ലസ് S2 ഈക്വൽ ടു 12. തേർഡ് കൺസ്ട്രെയിൻറ്റ് സ്ട്രക്ചറൽ കൺസ്ട്രെയിൻറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? സർപ്ലസ് വേരിയബിൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ x2 മൈനസ് S3 എന്ന് കൊടുക്കുന്ന S1 S2 2 സ്ലാക്ക് വേരിയബിൾസ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തതാണ് സർപ്ലസ് വേരിയബിൾ. അതും S തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. S3 എന്ന് കൊടുക്കാം. S1ഉം S2 S3. ഈ S3 സർപ്ലസ് വേരിയബിളാണ്. ഈ S1ഉം S2ഉം സ്ലാക്ക് വേരിയബിൾസാണ്. അത് ആഡ് ചെയ്തു. സർപ്ലസ് വേരിയബിൾ ആയതുകൊണ്ട് അത് സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ. മൈനസ് S3 ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്യണം. ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിളേ ഉള്ളൂ, A1 ആഡ് ചെയ്യും. അപ്പോൾ x2 മൈനസ് S3 പ്ലസ് A1 ഈക്വൽ ടു 5 എന്ന് വരും. ഇതൊരു ഓർഡർലി ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഇത് ഓരോന്നിൻ്റെ ഓർഡറിൽ എഴുതിയ x1 x2 S1 S2 S3 A1 ഈ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ 1000x1 പ്ലസ് 1500x2 പ്ലസ് S1 plus 0 S2 plus 0 S3 plus 0 A1 equal to 20,000. Then x plus 0 x2 plus 0 S1 plus 1 S2 plus 0 S3 plus 0 A1 equal to 12. Then 0 x1 plus 1 x2 plus 0 S1 plus 0 S2 minus 1 S3 plus A1 എന്ന് പറഞ്ഞാൽ 1 A1 equal to 5 എന്ന് കിട്ടും. മെട്രിക്സ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ മെട്രിക്സ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നോക്കൂ, ബേസിക് വേരിയബിൾസ് ഏതൊക്കെ? ഇത് യൂണിറ്റ് വെക്ടറാണ് 1 0 0. ഇവിടെയും 0 1 0. ഇത് യൂണിറ്റ് വെക്ടർ അല്ല, 0 0 -1 ആണ് വരുന്നത്. -1 വന്നു കഴിഞ്ഞാൽ അത് ബേസിക് വേരിയബിൾ അല്ല. അപ്പോൾ ഈ -1 വന്നത് ഈ S3 എന്ന സർപ്ലസ് വേരിയബിളുമായി ബന്ധപ്പെട്ട ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ബേസിക് വേരിയബിൾ കിട്ടാതെ വരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇവിടെ ബേസിക് വേരിയബിൾസ് S1 S2 ആൻഡ് A1 ആകുന്നു. 3 ബേസിക് വേരിയബിൾ. അപ്പോൾ ഏതൊക്കെയാണ്? S1 S2 ആൻഡ് A1. ഓക്കെ. ഇനി ഈ ബേസിക് വേരിയബിൾസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ വേണ്ട ചേഞ്ചസ് വരുത്തുകയാണ്. സ്ലാക്ക് സർപ്ലസ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് അതൊന്ന് റീറൈറ്റ് ചെയ്യണം. നോക്കാം നമുക്ക്. Now express the objective function incorporating slack, surplus and artificial variable. Here the coefficients of slack and surplus variables are 0, but coefficient of artificial variable will be -m as the objective function is maximized set. മാക്സിമൈസ് സെറ്റ് ആയതുകൊണ്ട് നമുക്കറിയാം സ്ലാക്ക് സർപ്ലസ് വേരിയബിളിൻ്റെ കോയഫിഷ്യൻ്റ് വാല്യൂ 0 ആയിരിക്കും. എന്നാൽ ആർട്ടിഫിഷ്യൽ വേരിയബിളിൻ്റെ കോയഫിഷ്യൻ്റ് വാല്യൂ m ആണ് വരിക. ഇവിടെ മാക്സിമൈസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ആ കോയഫിഷ്യൻ്റ് വാല്യൂ -m ആയിരിക്കും എന്ന് നമുക്കറിയാം. ഓക്കെ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എങ്ങനെ വരും? 40,000x1. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരുന്നു നേരത്തെ ക്വസ്റ്റ്യനിൽ? 40,000x1 plus 55,000x2 z equal to 40,000x1 plus 55,000x2. അതെങ്ങനെയായി മാറും? z equal to 40,000x1 plus 55,000x2 plus 0 S1 slack variable, first slack variable, plus 0 S2 second slack variable, plus 0 S3 third slack surplus variable. Okay, minus m A1 ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ വേരിയബിളിൻ്റെ കോയഫിഷ്യൻ്റ് വാല്യൂ ആയിട്ട് -m കൊടുത്തിരിക്കുകയാണ്. ബിക്കോസ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് മാക്സിമൈസ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ
മെട്രിക്സ് ഫോമിൽ എഴുതിയാൽ 40,000, 55,000, 0, 0, 0, -m എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തോന്നും സർപ്ലസ് വേരിയബിൾ സബ്ട്രാക്റ്റ് ചെയ്യുകയല്ലേ വേണ്ടത് എന്ന്. അപ്പോൾ സർപ്ലസ് വേരിയബിൾ സബ്ട്രാക്റ്റ് ചെയ്താലും ആഡ് ചെയ്താലും ഇവിടെയൊക്കെ കോഎഫിഷ്യൻ്റ് വാല്യൂ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമ്മൾ 0 ആണ് കൊടുക്കുന്നത്. 0യ്ക്ക് പ്ലസും മൈനസും ഒന്നും ഇല്ലല്ലോ, എല്ലാം 0 തന്നെ. അതുകൊണ്ട് ഇവിടെ -0s3 എന്ന് പറഞ്ഞാലും +0s3 എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഓക്കെ, അപ്പോൾ അവിടെ CJ വാല്യൂസ് വരുന്നത് 40,000, 55,000, 0, 0, 0, -m എന്ന് വരും. അപ്പോൾ നമുക്ക് CJ വാല്യൂസും കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് സിംപ്ലക്സ് ടേബിൾ, ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിളിലേക്ക് പോകാം. ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ ബേസിക് വേരിയബിൾ വെച്ചാണ്, അത് ഫസ്റ്റ് കോളത്തിൽ അത് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതൊക്കെയായിരുന്നു ബേസിക് വേരിയബിൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത്? S1, S2, A1 ആണ്. S1, S2, A1 ആണ് ബേസിക് വേരിയബിൾ. അത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ അവയുടെ കോഎഫിഷ്യൻ്റ് വാല്യൂ എസും S1ഉം S2ഉം സ്ലാക്ക് വേരിയബിളാണ്, അവ 0 ആയിരിക്കും. A1 ആർട്ടിഫിഷ്യൽ വേരിയബിളിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ആയതുകൊണ്ട് -m ആണെന്ന് കണ്ടു. ഓക്കെ, ഇനി സൊല്യൂഷൻ കോഎഫിഷ്യൻ്റ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ പാർട്ടാണ്. സൊല്യൂഷൻ പാർട്ട് എന്തായിരുന്നു? സൊല്യൂഷൻ പാർട്ട് 20,000, 12, 5 എന്ന്. 20,000, 12, 5 അതാണ് ചേർത്തിരിക്കുന്നത്. 20,000, 12, 5. ഓക്കെ, ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷനാണ്. കോഎഫിഷ്യൻ്റ് എന്തായിരുന്നു? ഇതാണ് കോഎഫിഷ്യൻ്റ്. 1,000, 1,500, 1, 0, 0, 0, 1, 0, 0, 1, 0, 0, 0, 1, 0, 0, -1, 1. അതാണ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ്റെ ആ കോഎഫിഷ്യൻസ്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ കിട്ടിയിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് S1 = 20,000, S2 = 12,000, A1 = 5 എന്നാണ്. പക്ഷേ നമ്മുടെ ഡിസിഷൻ വേരിയബിൾസ് എന്ന് പറയുന്നത് x1, x2 ആണ്. അതിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. അതിവിടെ ഇല്ലാത്തതുകൊണ്ട് S1ഉം x2ഉം 0 ആണ് എന്നർത്ഥം. അപ്പോൾ ആ x1ഉം x2ഉം 0 ആണെന്നുള്ളത് നമ്മൾ ഓപ്റ്റിമൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്, ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുകയാണ്. അതിന് നമുക്ക് ZJ വാല്യൂ കണ്ടുപിടിക്കണം. ZJ കണ്ടുപിടിക്കുകയാണ്. ΔJ കാണാൻ വേണ്ടിയിട്ടാണ് ZJയും CJയും കാണുന്നത്. ZJ - CJ ആണല്ലോ ΔJ. അപ്പോൾ ZJ കണ്ടുപിടിക്കുന്നു. നോക്കൂ, 0 × 1,000 + 0 × 1 + -m × 0 = 0. ഓക്കെ, ഇവിടെ നോക്കൂ, 0 × 1,500, 0 × 0, -m × 1. ഇപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ -m. ഇവിടെ 1 × 0 + 0 × 0 + 0 × -m ആഡ് ചെയ്താൽ 0. ദെൻ 0 × 0 + 0 × 1 + -m × 0, 0. Then 0 × 0 + 0 × 0 + -1 × -m. Okay, അത് m വരും. ഓക്കെ, ദെൻ 0 × 0 + 0 × 0 + 1 × -m വരും. അപ്പോൾ ഇവിടെ ZJ വാല്യൂ നമുക്ക് കിട്ടി 0 -m 0 0 m -m. ZJ വാല്യൂ നമുക്ക് നേരത്തെ കിട്ടിയിരുന്നത് 40,000, 55,000, 0 0 0 -m എന്നാണ്. അപ്പോൾ ZJ - ZJ നോക്കിയാൽ -40,000, -m -55,000, 0 0 m 0. അപ്പോൾ ഇവിടെ മൈനസ് വാല്യൂ വരുന്നുണ്ട്, -40,000 വരുന്നു, -m -55,000. -m എന്ന നെഗറ്റീവ് വാല്യൂവിൽ നിന്ന് വീണ്ടും ഒരു 5,000 മൈനസ് ചെയ്യുമ്പോൾ വളരെ വലിയ, അല്ലെങ്കിൽ ആ മൈനസ് വാല്യൂ വളരെ വലുതാണിത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് മൈനസ് വാല്യൂ ഉള്ളതുകൊണ്ട് ഓപ്റ്റിമൽ സൊല്യൂഷൻ അല്ല. അപ്പോൾ ഹയസ്റ്റ് മൈനസ് വാല്യൂ ഏതാണ്? ഇത് വെറും -40,000 ആണെങ്കിൽ ഇവിടെ ഒരു മൈനസ് വാല്യൂവിൽ നിന്ന് ഒരു 55,000 കൂടെ മൈനസ് ചെയ്യാം. ഇങ്ങനെയാകുമ്പോൾ ലാർജസ്റ്റ് നെഗറ്റീവ് വാല്യൂ, ലാർജസ്റ്റ് മൈനസ് വാല്യൂ എന്ന് പറയുന്ന, ഹയസ്റ്റ് മൈനസ് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻകമിങ് വേരിയബിളായിട്ട് എടുക്കേണ്ടത്. ഇൻകമിങ് വേരിയബിൾ എന്ന് പറയുന്നത് x2 ആണ്. ആ ഇൻകമിങ് വേരിയബിൾ ഇവിടെ നോക്കൂ, ഇൻകമിങ് വേരിയബിൾ x2. അപ്പോൾ ഇൻകമിങ് വേരിയബിൾ x2 ആകുന്ന സമയത്ത് ഈ S1 S2 A1 ഇതിൽ ഏതാണ് ഔട്ട് ഗോയിങ് ആവേണ്ടത്? ഡിപ്പാർട്ടിങ് വേരിയബിൾ, ഇവിടുന്ന് പോവേണ്ടത് ഏതാണ്? അതിനെ നമ്മൾ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ അല്ലെങ്കിൽ തീറ്റ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ. തീറ്റ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ഇതാണ് x2 ആണ് ഇൻകമിങ് വേരിയബിൾ, അല്ലെങ്കിൽ ഈ കോളമാണ് കീ കോളം എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ പിവട്ട് കോളം എന്നെല്ലാം പറയും. അപ്പോൾ ഇവിടെ തീറ്റ വാല്യൂ കണ്ടുപിടിക്കുക എക്സ് ബി ഡിവൈഡഡ് ബൈ എക്സ് ടു ആണ് ഈ കോളത്തിലുള്ള വാല്യൂ. അപ്പോൾ എക്സ് ബി ഡിവൈഡഡ് ബൈ എക്സ് ടു 1000 20,000 ഡിവൈഡഡ് ബൈ ഇപ്പോൾ 13.33 വരും. ഇവിടെയാണെങ്കിൽ 12 ഡിവൈഡഡ് ബൈ 0 ആണ്. 12 ഡിവൈഡഡ് ബൈ 0 അൺഡിഫൈൻഡ് ആണ്, ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. 0 കൊണ്ടുള്ള ഡിവിഷൻ നമുക്കറിയില്ല, അത് എത്രയെങ്കിലും വാല്യൂ ആകാം, അത് ഇൻഫിനിറ്റി എന്ന് കൊടുത്തിരിക്കുന്നു. മൂന്നാമത് നോക്കൂ 5 ഡിവൈഡഡ് ബൈ 1 5. അപ്പോൾ ഇതിൽ നോക്കൂ എന്താണ് നോൺ നെഗറ്റീവ് വാല്യൂ ആയിരിക്കണം ഹയസ്റ്റ് മിനിമൽ നോൺ നെഗറ്റീവ് വാല്യൂ ആണ് എടുക്കേണ്ടത്. ഇതിൻ്റെ വാല്യൂ അറിയില്ല, ഇത് മിനിമം വാല്യൂ, ഇത് 13.33 ആണ്, 5 ആണ്. മിനിമം നോൺ നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് വരിക, 5 വരുന്ന 5 തീറ്റ വാല്യൂ 5 ആയിട്ടുള്ള A1, അതായത് ആർട്ടിഫിഷ്യൽ വേരിയബിൾ A1 ആണ് ഔട്ട് ഗോയിങ്. അപ്പോൾ ഈ A1ൻ്റെ സ്ഥാനത്താണ് ഈ x2 വരേണ്ടത്. അപ്പോൾ A1 ഔട്ട് ഗോയിങ് ആണ്, x2 ഇൻകമിങ് ആണ്. A1ൻ്റെ സ്ഥാനത്താണ് x2 വരേണ്ടത്. അപ്പോൾ ഇവിടെ A1ൻ്റെ സ്ഥാനത്ത് x2നെ കൊണ്ടുവരുന്ന സമയത്ത് വരേണ്ട ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത ടേബിളിൽ വരുത്തുന്നത്. അപ്പോൾ ഇത് ഔട്ട് ഗോയിങ് ആണ്, ഇത് ഇൻകമിങ് വെക്റ്ററാണ് ഔട്ട് ഗോയിങ്. അതിൻ്റെ ഇൻ്റർസെക്ഷൻ ആയിട്ടുള്ള ഇതാണ് കീ വാല്യൂ, ഓക്കെ, കീ എലിമെൻറ്റ്, പിവട്ട് വാല്യൂ എന്നെല്ലാം പറയുന്നതാണ് ഈ 1. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിലേക്ക് പോവുകയാണ്. സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ നോക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? അവിടെ നിന്ന് ഔട്ട് ഗോയിങ് വേരിയബിളിന് പകരം A1ന് പകരം x2 ഇവിടെ വന്നു. x2 വരുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ കീ വാല്യൂവിനെ 1 ആക്കി മാറ്റണം. കീ വാല്യൂ അവിടെ 1 തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, ശരിയല്ലേ? കീ വാല്യൂ 1 തന്നെയായിരുന്നു, കീ വാല്യൂ 1 ആണ്. അതിനെ 1 ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, ഈ വാല്യൂ തന്നെയാണ്. അപ്പോൾ ഇത് എല്ലാം ഈ റോയിൽ ഇവിടെ x2ൻ്റെ ഈ റോയിലുള്ള വാല്യൂ ഒക്കെ ഇത് തന്നെയാണ് വരിക. ഇതിനെ ഈ കീ വാല്യൂ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാ വാല്യൂവിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ റോയിലുള്ള എല്ലാ വാല്യൂവും സെയിം ആണ്, അങ്ങനെ തന്നെ കിട്ടും. 5/1 5, 0/1 equal to 0, 1/1 equal to 1, 0/1 equal to 0, 0/1 equal to 0, -1/1 equal to -1, 5/-1 equal to -5. x2 കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ x2ൻ്റെ ഈ വാല്യൂ 1 ആക്കി മാറ്റി. നമ്മൾ ഇവിടെ 1 തന്നെയാണ് ഉള്ളത്, നമ്മൾ അല്ലെങ്കിലും അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് തന്നെ 1 ആക്കി മാറ്റണം. മറ്റേതെങ്കിലും വാല്യൂ, ഇപ്പോൾ 10 ആണ്, 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 ആക്കി മാറ്റണം. അങ്ങനെയാകുമ്പോൾ ബാക്കി എല്ലാ വാല്യൂവിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം. അപ്പോൾ 1 ആക്കി മാറ്റി. അപ്പോൾ ബാക്കി എല്ലാ വാല്യൂ ഇതിവിടെ ബേസിക് വേരിയബിൾ ആകുകയാണ് x2. അപ്പോൾ ബേസിക് വേരിയബിൾ ആകുമ്പോൾ ഇത് 1 ആയിട്ടുണ്ട്, ബാക്കിയെല്ലാം 0 ആയിരിക്കണം, 0 ആക്കി മാറ്റി. ഇത് രണ്ടും 0 ആയി മാറുന്ന സമയത്ത് ഈ റോയിലുള്ളതെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ചേഞ്ചസ് ഇതിൽ വരുത്തണം. അതുപോലെ ഇവിടെയും ചേഞ്ചസ് വരുത്തണം. ആ ചേഞ്ചസ് എങ്ങനെയൊക്കെയാണ് വരുത്തുക? ഇവിടെ ഇത് 1 ആയപ്പോൾ ഈ വാല്യൂ ഇവിടെ 0 ആക്കി. 0 ആക്കി മാറ്റുമ്പോൾ ഈ സെക്കൻഡ് റോയിലുള്ള വാല്യൂവിൽ എങ്ങനെയൊക്കെയായിരുന്നു ചേഞ്ചസ് വരിക? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ സെക്കൻഡ് റോയിൽ ഇത് 1 ആയപ്പോൾ ഇത് 0 ആയി. ഓക്കെ, ഇത് 0 ആയപ്പോൾ ഈ റോയിൽ വരുന്ന മാറ്റങ്ങൾ, ഈ 12 എന്തായി മാറും? ഈ 12 ഓൾഡ് വാല്യൂ, ഇപ്പോഴുള്ള വാല്യൂ 12 ആണ്. 12ൽ നിന്ന് ആ ബന്ധപ്പെട്ട കറസ്പോണ്ടിങ് കോളം കറസ്പോണ്ടിങ് റോ വാല്യൂ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കീ എലിമെൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് 12ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? 12 മൈനസ് കീ കോളം ഏതായിരുന്നു? ഇതാണ് കീ കോളം, പിവട്ട് കോളം. അപ്പോൾ ഇതിന് 12ന് നേരെ കീ കോളത്തിലുള്ള 0 ആണ്. റോ ഏതായിരുന്നു? ഔട്ട് ഗോയിങ് ഇതാണ്. ഇപ്പോൾ 12ന് നേരെ ഇവിടെ വരുന്നത് 5 ആണ്. ഓക്കെ, അപ്പോൾ 0 × 5 ഡിവൈഡഡ് ബൈ കീ എലിമെൻറ്റ് 1. അപ്പോൾ 12 മൈനസ് 0 × 5/1 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കിയേ, അങ്ങനെ തന്നെയല്ലേ എന്ന്. 12 മൈനസ് 0 × 5/1 ഈക്വൽ ടു 12. ഓക്കെ, അത് നമ്മൾ പഠിച്ചതാണ് നേരത്തെ. ആ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ S2ന് നേരെ വരുന്ന വാല്യൂസ് 1 0 0 1 0 എന്ന് വരും. അതുപോലെ S1ഉം ആ രീതിയിൽ തന്നെ നിങ്ങൾ വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്തുക. അങ്ങനെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ
നമുക്ക് എന്ത് ചെയ്യാം? ഈ സൊല്യൂഷൻ ഇവിടെ കിട്ടിയിരിക്കുന്ന S1 ഈക്വൽ ടു 12,500, S2 ഈക്വൽ ടു 12, x2 ഈക്വൽ ടു 5. ഈ സൊല്യൂഷനിൽ ഡിസിഷൻ വേരിയബിൾ x2 ആണുള്ളൂ, x1 0 ആണ്, x2 5 ആണ്. അതാണ് സൊല്യൂഷൻ. ആ സൊല്യൂഷൻ ഓപ്റ്റിമൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഡെൽറ്റ ജെ വാല്യൂ വേണം. ഡെൽറ്റ ജെ വാല്യൂ കിട്ടാൻ ആദ്യം ZJ കണ്ടുപിടിക്കണം. ZJ ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഞാൻ വിശദമാക്കുന്നില്ല, നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ZJ വാല്യൂ ഇവിടെ കിട്ടി. CJ വാല്യൂ നേരത്തെ പറഞ്ഞതാണ്. ആ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ ഡെൽറ്റ ജെ കിട്ടുന്നു. ഡെൽറ്റ ജെ വാല്യൂ -40,000 -55,000 വരുന്നു. ദി സൊല്യൂഷൻ ഈസ് നോട്ട് ഓപ്റ്റിമൽ. ഓക്കെ, മൈനസ് വാല്യൂ വന്നു. അപ്പോൾ ഹയസ്റ്റ് മൈനസ് വാല്യൂ 55,000 ആണ്. അതുകൊണ്ട് ഇതാണ് ഇൻകമിങ് വേരിയബിളാക്കി മാറ്റേണ്ടത്. S3യെ ഇൻകമിങ് ആക്കണം. S3യെ ഇൻകമിങ് ആക്കുന്ന സമയത്ത് ഇതാണ് ഇൻകമിങ് വെക്റ്റർ എന്ന് പറയുന്നത്. ഇൻകമിങ് കോളം, ഇൻകമിങ് വേരിയബിൾ S3 ആണ്. അപ്പോൾ ഇവ S3 ബേസിക് വേരിയബിളാക്കി മാറ്റുന്ന സമയത്ത് വിച്ച് ഈസ് ടു ബി ഗോയിങ് ഔട്ട്, ഏതാണ് പുറത്തേക്ക് പോകേണ്ടത്, ഡിപ്പാർട്ടിങ് വേരിയബിൾ ആകേണ്ടത് ഏതാണ്? അപ്പോൾ ഡിപ്പാർട്ടിങ് വേരിയബിൾ കണ്ടുപിടിക്കാൻ വേണ്ടി തീറ്റ വാല്യൂ കാണണം, അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് വാല്യൂ കാണണം. റീപ്ലേസ്മെൻറ്റ് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? XB ഡിവൈഡഡ് ബൈ S3 ആണ് ഇൻകമിങ് കോളത്തിലുള്ള വാല്യൂ. അപ്പോൾ ഇവിടെ S1 എൻ്റെത് 12,500, XB 12,500 ഡിവൈഡഡ് ബൈ 1,000, 8.33, ഇൻഫിനിറ്റി -5 വരും. അപ്പോൾ മിനിമം നോൺ നെഗറ്റീവ് റീപ്ലേസ്മെൻറ്റ് റേഷ്യോ ആണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ ഇത് ഇൻഫിനിറ്റി ആണ്, ഇത് മൈനസ് ആണ്, ഒരേ ഒരു വാല്യൂ ഇതേ ഉള്ളൂ. അപ്പോൾ S1 ആണ് ഔട്ട് ഗോയിങ് ആവേണ്ടത്. ഓക്കെ, S1 ആണ് ഔട്ട് ഗോയിങ് ആയി മാറേണ്ടത്. S1 ഔട്ട് ഗോയിങ് ആയി മാറണം, അവിടെ S3 വരണം. അങ്ങനെ S3 വരുന്ന രീതിയിൽ നമ്മളിതാ ഇവിടെ ചേഞ്ചസ് വരുത്തിയിരിക്കുകയാണ്. ഓക്കെ, നോക്കൂ, തേർഡ് സിംപ്ലക്സ് ടേബിളിൽ S3, S2, x2 എന്നിങ്ങനെ വന്നു. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്തുകയാണ്. വരുത്തിയ ശേഷം ZJ വാല്യൂ കണ്ടുപിടിക്കുന്നു, CJ വാല്യൂ എഴുതുന്നു, ഡെൽറ്റ ജെ വാല്യൂ കിട്ടുന്നു. അപ്പോൾ ഇവിടെയും ഒരു മൈനസ് വാല്യൂ വരുന്നു. x1 ആണ് വന്നത്. ഈ x1 ഇൻകമിങ് വേരിയബിളാക്കി മാറ്റണം. അപ്പോൾ ഏതാണ് ഔട്ട് ഗോയിങ് ആവേണ്ടത്? ഇത് ഇൻകമിങ് ആവുന്ന സമയത്ത് ഔട്ട് ഗോയിങ് ആകേണ്ടത് തീറ്റ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്. തീറ്റ വാല്യൂ XB ഡിവൈഡഡ് ബൈ x1 ആണ്. അപ്പോൾ ഇവിടെ തീറ്റ വാല്യൂ ലോവസ്റ്റ് വരുന്നത് 12 ആണ്. അപ്പോൾ S2 പോയിട്ട് വേണം ഇവിടെ x1 വരാൻ. ഓക്കെ, അപ്പോൾ ഈ S2ൻ്റെ സ്ഥാനത്ത് x1നെ കൊണ്ടുവരികയാണ്. ആ സമയത്ത് വേണ്ട ചേഞ്ചസ് ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെയൊക്കെ ആ ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഫോർത്ത് സിംപ്ലക്സ് ടേബിൾ ഇങ്ങനെ കിട്ടും. ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നു. ZJ - ZJ, ഡെൽറ്റ ജെ വാല്യൂ 0, 0, 36.67, 3,150, 0. അപ്പോൾ ഇവിടെ all the delta J values are either 0 or positive, therefore the solution is optimal. അപ്പോൾ ഇവിടെ ഓപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഡിസിഷൻ വേരിയബിൾ x1 s2 ആണ്. x1ൻ്റെ വാല്യൂ 12ഉം x2ൻ്റെത് 5.29, വിച്ച് മാക്സിമൈസസ് z ഈക്വൽ ടു 7,70,950. ഇതാണ് ഓപ്റ്റിമൽ സൊല്യൂഷൻ. ക്ലിയർ? അപ്പോൾ ഇവിടെ നേരത്തെ നമ്മളൊരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ എന്ന കോളം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഇവിടെ നോക്കുക, ഈ ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിളിൽ A1 ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഔട്ട് ഗോയിങ് ആണല്ലോ. ഈ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഔട്ട് ഗോയിങ് ആയതുകൊണ്ട് തന്നെ ഇതാ ഞാൻ പറഞ്ഞ ഈ കോളം A1 എന്ന ഈ കോളം നമ്മൾ സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിൽ ഇതിനി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ ഒന്ന് നോക്കൂ. സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ നോക്കൂ, ഇതിൽ A1 കാണുന്നില്ല. അതെന്തുകൊണ്ടാണ്? ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഔട്ട് ഗോയിങ് ആകുമ്പോൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ നോൺ ബേസിക് വേരിയബിളായി മാറുന്ന സമയത്ത് ഇത് കോഎഫിഷ്യൻ്റ് ഓഫ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ എന്ന ആ കോളത്തിൽ ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതില്ല എന്നാണ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, ഈ പ്രോബ്ലം എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഒന്ന് നന്നായിട്ട് സ്വന്തമായിട്ട് ഇത് നോട്ടിലേക്ക് മാറ്റി എഴുതി നന്നായിട്ട് മനസ്സിരുത്തി പഠിക്കുക. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.